നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്ന് മിക്ക വീട്ടുകളിലും ഒരു പ്രശ്നമാണ് ഉപയോഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ അൺപ്ലഗ് ചെയ്യാതെ ഇട്ടേക്കുന്നു. ഇതുവഴി ചെറിയ രീതിയിൽ കറണ്ട് ആണ് പോകുന്നത്. നമുക്ക് എത്ര ചാർജുകളാണ് സ്വന്തമായിട്ടുള്ളത്? മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടർ, TV, അങ്ങനെ എന്തെല്ലാം റീചാർജ് ചെയ്യുന്ന വസ്തുക്കളാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതെല്ലാം നമ്മൾ ഈ പ്ലഗിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ തീരെ കെയർലെസ് ആയിട്ട് അൺപ്ലഗ് ചെയ്യാതെ ഇട്ടേക്കുകയാണ്. നമ്മുടെ മുറിയിലായാലും നമ്മൾ കിടക്കുന്നിടത്തായാലും എല്ലായിടത്തും പ്ലഗ് ഉണ്ട്. അതൊന്നും ഉപയോഗം കഴിഞ്ഞിട്ട് അൺപ്ലഗ് ചെയ്യാൻ ആരും മെനക്കെടാറില്ല. എന്താണ് ഈ മൊബൈൽ ചാർജർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നമ്മുടെ പ്ലഗിൽ കുത്തുമ്പോൾ അത് AC, അത് DC ആകും. എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് കറണ്ട് ടു ഡയറക്റ്റ് കറണ്ടിലോട്ട് മാറ്റിയിട്ടാണ് നമ്മുടെ ഈ മൊബൈലൊക്കെ ചാർജ് ആവുന്നത്. ഇങ്ങനെ അൺപ്ലഗ് ചെയ്യാതെ പ്ലഗിൽ തന്നെ കുത്തിയിരുമ്പോൾ അങ്ങനെ ഒരു ചെറിയ ഊർജ്ജം ഇതിലൂടെ നഷ്ടപ്പെടുക. അതാണ് ഈ വാമ്പയർ എന്ന് പറയുന്നത്. ഈ മൊബൈൽ ചാർജ് ഉൾപ്പെടെ TV, മിക്സി, അങ്ങനെ എല്ലാം ഇങ്ങനെ കുത്തിയിടുമ്പോൾ അൺപ്ലഗ് ചെയ്യാതെ ഉപയോഗിക്കുമ്പോൾ നിശ്ചിത ശതമാനം കറണ്ടാണ് ഇതിൽ കൂടെ നഷ്ടപ്പെടുന്നത്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ നല്ലൊരു കറണ്ട് ശതമാനമാണ് ഇതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ കറണ്ട് ചാർജ് ചെറിയ അളവിൽ കൂടിയാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. പണ്ട് സാധാ മീറ്ററുള്ള സമയത്ത് 0 ബൾബ് കത്തിച്ചാലും കറണ്ട് ചാർജ് ആവത്തില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം ഡിജിറ്റലായപ്പോഴത്തേക്ക് മിക്ക വീട്ടുകളിലും 0 ബൾബ് ഉടനെ ആവശ്യം കഴിഞ്ഞിട്ട് ഉടനെ ഓഫ് ചെയ്യാണ്. അത് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ 0 ബൾബിന് വരെ കറണ്ട് ഡിജിറ്റൽ മീറ്ററിൽ എടുക്കുമ്പോൾ അത് ദശാംശം കറണ്ട് ചാർജ് ആവുന്നുണ്ടെന്ന്. ഈ ചാർജർ നമ്മൾ പ്ലഗിൽ നിന്ന് അൺപ്ലഗ് ചെയ്തിട്ട് ശേഷം പിന്നെ മൊബൈലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇത് പിന്നെടുത്ത് മാറ്റേണ്ടതാണ്. അല്ലെ മാറ്റിയില്ലെങ്കിൽ ആ മൊബൈലിൽ കിടക്കുന്ന ചാർജ് ഇതിലൂടെ പോകുന്നതായിരിക്കും. എനിക്കൊരബദ്ധം പറ്റിയതാണ്. ഈ രാത്രി ചെന്നപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്തു. പകുതി ആയല്ലോ, ഇനി നാളെ രാവിലെ ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ച് ഭിത്തിയിൽ നിന്നുള്ള പ്ലഗിൽ നിന്ന് അൺപ്ലഗ് ചെയ്തിട്ട് എന്നിട്ട് അതുപോലെ ഇട്ടിരുന്നു. സ്കൂട്ടറിൽ നിന്ന് അൺപ്ലഗ് ചെയ്യാൻ ചെയ്തില്ല. പിറ്റേന്ന് നോക്കിയപ്പോൾ അത്രയും ഒരു 10% സ്കൂട്ടറിൽ നിന്ന് കുറഞ്ഞ്. ഇങ്ങനെ അൺപ്ലഗ് ചെയ്യാതിരുന്നാൽ രാത്രി ഹൈ വോൾട്ടേജ് വന്ന് ഇങ്ങനെ ചാർജറുകൾ അടിച്ചു പോകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇടിമിന്നലുള്ള സമയത്ത് കൂടുതൽ വൈദ്യുതി വന്നാൽ ഇതും ചാർജർ നശിക്കാൻ സാധ്യതയുണ്ട്. കറണ്ട് പോയെന്ന് പറയുന്നതാണ് വാമ്പയർ എങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ, ഉപയോഗത്തിലില്ലാത്ത സമയത്ത് ഈ ചാർജുകളെല്ലാം അൺപ്ലഗ് ചെയ്യുക. ഇലക്ട്രിക് സ്കൂട്ടറുകളായാലും ഇങ്ങനെ ആ പിന്ന് ഊരി ഇടുക. ഇതൊക്കെയാണ് മാർഗങ്ങൾ. ഈ രീതി ചെയ്താൽ കറണ്ട് ചാർജ് കുറയ്ക്കാം.